ദൈവജനമേ, പലപ്പോഴും സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത നിഗൂഢതയാണെങ്കിലും അത് മനുഷ്യൻ എന്ന സചേതന വസ്തുവിൻ്റെ അസ്തിത്വത്തിൻ്റെ അവിഭാജ്യ ഘടകവുമാണ്. നമ്മുടെ വേദനകളെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. ഈ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ രോഗങ്ങളും ജീവിതത്തിലെ സങ്കടം നിറഞ്ഞ അവസ്ഥകളും പുതിയ മാനങ്ങൾ കൈവരിക്കുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത പ്രത്യാശയുടെ കിരണങ്ങൾ പോലും നമ്മുടെ ചേതനയിലേക്ക് ഇറങ്ങി വരുന്നു. ഈ സഹനത്തിൻ്റെ തീച്ചുളയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കുന്ന ക്രിസ്തുവും നമ്മോടൊപ്പമുണ്ട്. ശാന്തിയിലും സന്തോഷത്തിലും നമ്മോടൊപ്പമുള്ളതുപോലെ വേദനകളിലും സങ്കടങ്ങളിലും കർത്താവ് നമ്മോട് കൂടെ തന്നെയുണ്ട്. ക്രിസ്തുവിനോട് കൂടെ ആകുമ്പോൾ കഷ്ടപ്പാടുകൾക്കും മരണത്തിന് പോലും ആത്മീയമായ ഒരു അർത്ഥമുണ്ടാകുന്നു. ഈ ലോകത്തിലും ക്രിസ്തീയ സഭയിലും രോഗാതുരരുടെ സ്ഥാനം നിഷ്ക്രിയത്വത്തിൻ്റെതല്ല. തമ്പുരാൻ അവിടുത്തെ വിളിയിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ. അവിടുത്തെ മുന്തിരിത്തോപ്പിൽ വേലക്കാരായി രോഗികളെയും അവിടുന്ന് നിയോഗിക്കുന്നുണ്ട്. അവിടെ ചുമക്കേണ്ടി വരുന്ന ഭാരം ശരീരത്തെ തളർത്തുകയും മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുകയും ചെയ്യുമെങ്കിലും അതൊന്നും ആ മുന്തിരിത്തോപ്പിലെ ജോലിക്കാരൻ്റെ കൂറിനും ആത്മാർത്ഥതയ്ക്കും തരിമ്പും മങ്ങലേൽപ്പിക്കുകയില്ല. മറിച്ച് ഓരോ രോഗിയെയും അവൻ്റെ മാനുഷികമായ ജീവിതവും ക്രിസ്തീയ ജീവിതവും കോർത്തിണക്കി ജീവിച്ച് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിൽ മറ്റുള്ളവരെക്കാൾ മതിപ്പുള്ള സംഭാവനകൾ നൽകാനാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു എന്ന് 1 തെസ്സലോനിയർ 1:6 രേഖപ്പെടുത്തുന്നു. യേശുവിൻ്റെ ഉയർപ്പിന് സാക്ഷികളായി തീരുകയും ചെയ്യും നാം. ഇവിടെ നമ്മൾ പ്രധാനമായ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. രോഗവ്യഥകളിൽ ജീവിക്കുന്നവർ അവരുടെ സങ്കടങ്ങൾ ക്രിസ്തുവിൻ്റെ യാതനകളിൽ ലയിപ്പിക്കണം.